ബിഗ് ബോസ് മലയാളം. ബിഗ് ബോസിൻ്റെ 1 മുതൽ 5 സീസണുകൾ വരെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീസണിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള കണ്ടസ്റ്റൻറ്റിനെയാണ് നമ്മൾ പുലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ 5 പുലികളുടെ സാലറിയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ബിഗ് ബോസിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു 5 പേരുടെ പേരിലാണ് എപ്പോഴും ആ സീസൺ അറിയപ്പെടുന്നത്. ഇപ്പോൾ സീസൺ 1 മുതൽ 5 വരെയും ഒരു കണ്ടസ്റ്റൻറ്റിനെ ടാർഗറ്റ് ചെയ്ത് അയാളുടെ പേരിലാണ് എപ്പോഴും ആ ഒരു സീസൺ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള 5 പേരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ മാറും. തീർച്ചയായിട്ടും ഓരോരുത്തർ കാണുന്ന രീതിയിൽ ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പല പല കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താണ് ഒരുപാട് വ്യൂവേഴ്സ് വീഡിയോ കാണുന്നത്. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്, വീഡിയോസിന് ലൈക്ക് കൂടുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ 1, അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിന്നറായിട്ടുള്ള സാബുമോൻ തന്നെയാണ്. ബിഗ് ബോസ് എന്നൊരു പുതിയ പരിപാടി നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു വ്യക്തിത്വം തന്നെയാണ് സാബുമോൻ. പിന്നീട് സാബുമോൻ അറിയുന്നത് തന്നെ ബിഗ് ബോസ് സാബു എന്നുള്ള പേരിൽ തന്നെയാണ്. അപ്പോൾ സാബുമോൻ്റെ സാലറി വെച്ച് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3,80,000 രൂപയാണ് സാബുമോൻ ആ ഒരു ബിഗ് ബോസ് സീസൺ 1 തീർന്ന സമയത്ത് സാലറി ആയിട്ട് വാങ്ങിയത്. അതിലുപരി സാബുമോൻ അതിൻ്റെ വിന്നറായിരുന്നു. അങ്ങനെ 1 കോടി രൂപയുടെ ഫ്ലാറ്റും സ്വന്തമാക്കി 1,80,000 രൂപയാണ് സാബുമോൻ ബിഗ് ബോസ് 1-ൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സാബുമോന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ ബിഗ് ബോസ് സീസൺ 2, അതൊരു വിന്നർ ഇല്ലാത്ത സീസൺ ആയിരുന്നു. ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ വിന്നർ ഇല്ലാത്ത ഒരേ ഒരു സീസണായി മാറിയതാണ് ബിഗ് ബോസ് സീസൺ 2 എന്ന് പറയുന്നത്. ആ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത് നല്ല ഹ്യൂജ് ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഡോക്ടർ രജിത് കുമാർ സാർ എന്ന് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഏകദേശം 3/4 ഭാഗത്തോളം മാത്രമേ ആ ഒരു സീസണിൽ ഉണ്ടായിരുന്നുള്ളൂ. സാറിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് പോകേണ്ടി വന്നു. അങ്ങനെ 2,70,500 രൂപ ആണ് ബിഗ് ബോസ് തീർന്ന സമയത്ത് ഡോക്ടർ രജിത് കുമാർ സാറിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2,75,000 ആണ് പുള്ളിക്കാരൻ്റെ സാലറി എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ബിഗ് ബോസ് സീസൺ 3ലേക്ക്, അതിൻ്റെ വിന്നറായിട്ടുള്ള മണിക്കുട്ടൻ തന്നെയായിരുന്നു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അതിലുപരി നല്ല സ്റ്റാർ വാല്യൂ കിട്ടിയ ഒരു കണ്ടസ്റ്റൻറ്റും അതിൻ്റെ വിജയിയാവാനും അന്ന് മണിക്കുട്ടന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അന്ന് അവിടെ നിന്ന് കിട്ടിയത് എന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അത്യാവശ്യത്തിലധികം സിനിമയിലൊക്കെ അഭിനയിച്ച് നല്ല ഫെമിലിയർ ഫേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സാലറിയും ബിഗ് ബോസിനുണ്ടായിരുന്നു. ഏകദേശം 7,50,000 രൂപ ബിഗ് ബോസിൻ്റെ സാലറി ആയിട്ട് തന്നെ മണിക്കൂട്ടം വാങ്ങിയിട്ടുണ്ട്. അതിലുപരി 75 lakhs ഫ്ലാറ്റ് കൂടി. അപ്പോൾ ഏകദേശം 83 ലക്ഷം രൂപയോളം ബിഗ് ബോസിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് ബിഗ് ബോസ് സീസൺ 3യുടെ വിന്നറായിട്ടുള്ള മണിക്കൂട്ടന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ദെൻ ബിഗ് ബോസ് സീസൺ 4ലേക്ക് പോകുമ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, നമുക്ക് വേറൊരാളുടെ പേര് അതിനെ ആലോചിക്കേ വേണ്ട. കാരണം ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ TRP കുത്തനെ ഉയർന്നു വന്ന ഒരു സീസൺ. അതിലുപരി ആ ഒരു സീസണിൽ മറ്റുള്ള ഒരു സീസണുകളിലെയും കണ്ടസ്റ്റൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത അത്ര വലിയ ഹ്യൂജ് ഫാൻ ബേസ്. കാരണം ബിഗ് ബോസിൻ്റെ നമ്മുടെ ലാംഗ്വേജ് മാത്രമല്ല, ഇപ്പോൾ ഹിന്ദി, തെലുങ്കു, കന്നഡ എല്ലാം കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇത്രയും ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തൊരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഗോൾഡൻ വിസ വരെ കിട്ടി. അതെല്ലാം ഈ ഒരു ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഫെമിലി അല്ലെങ്കിൽ ആ ഒരു പോപ്പുലാരിറ്റി കാരണമാണ്. അപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വാങ്ങിയത് 3,50,000 രൂപയാണ്. ബിഗ് ബോസിൻ്റെ 3/4 ഭാഗത്തോളം മാത്രമേ ഡോക്ടർ റോബിനും ഉണ്ടായിരുന്നുള്ളൂ. റോബിൻ്റേതായിട്ടുള്ള ചെറിയൊരു തെറ്റ് കാരണം, അല്ലെങ്കിൽ തെറ്റെന്നൊന്നും തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ശരിക്കും റോബിൻ്റെ തെറ്റ് കാരണം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് റോബിൻ എവിക്റ്റ് ആവുകയായിരുന്നു. അങ്ങനെ 3,50,000 രൂപയാണ് ഡോക്ടർ റോബിന് ബിഗ് ബോസിൽ നിന്ന് ആ ഒരു അത്രയും നാൾ നിന്ന സാലറി ആയിട്ട് റോബിന് കിട്ടിയത്. ഏകദേശം 73 ഡേയ്സ് ഡോക്ടർ റോബിൻ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് നാൾ സീക്രട്ട് റൂമിൽ കൂടി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3,50,000 രൂപയാണ് ഡോക്ടർ റോബിന് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തത് ബിഗ് ബോസ് സീസൺ 5ൻ്റെ എന്ന് വെച്ചാൽ മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് വലിയ TRP ഉയർത്തിയില്ല എങ്കിലും ഈ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേരിൽ തന്നെയാണ് എപ്പോഴും ആ ഒരു സീസൺ അറിയപ്പെടുന്നത്. അഖിൽ മാരാർ, ഏറ്റവും നല്ല ബുദ്ധി കൊണ്ട് കളിച്ച് വിജയിച്ച ഒരു പ്ലെയർ തന്നെയാണ് അഖിൽ മാരാർ. അതിലുപരി നല്ലൊരു സീസൺ നമ്മുടെ മുന്നിലേക്ക് വെച്ചും തന്നു. കാരണം അഖിലില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിഗ് ബോസ് സീസൺ 5 ഒരു ശൂന്യമായ ഒരു സീസണായി പോയേനെ. കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ടാസ്കുകളിലും എല്ലാത്തിലും 100% എഫേർട്ട് ഇട്ട് നല്ല ടോക്കിംഗ് സ്കില്ലുള്ള അഖിൽ മാരാർ തന്നെയാണ് ആ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള കണ്ടസ്റ്റൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അഖിൽ മാരാർ 5,80,000 രൂപയാണ് സാലറി എന്ന രൂപത്തിൽ ബിഗ് ബോസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലുപരി 50 ലക്ഷം രൂപ ക്യാഷായിട്ട് കൂടി കിട്ടി. ഏകദേശം 55,80,000 രൂപയാണ് അഖിൽ മാരാറിന് ബിഗ് ബോസ് സീസൺ 5 അവസാനിച്ചപ്പോൾ തൻ്റേതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഇത്രയും പേരുടെ പേരുകളാണ് ഈ പുലികൾ വാങ്ങിയ സാലറി എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാറും. ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട താരങ്ങൾ വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 4 ഡോക്ടർ റോബിനെ ഇഷ്ടമല്ലാത്തവർക്ക് നമ്മുടെ ബ്ലെസ്ലിയെ ആയിരിക്കും ഇഷ്ടം. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 5 അഖിൽ മാരാറിന് ഇഷ്ടമല്ലാത്തവർക്ക് ഇപ്പോൾ നമ്മുടെ സുനൈസിനെ, ശോഭനയൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റും. ബിഗ് ബോസ് സീസൺ 3 അതുപോലെ തന്നെ സജന ഫിറോസിന് ഇഷ്ടമുള്ളവരുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ റംസാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. ബിഗ് ബോസ് സീസൺ 2 അങ്ങനെ സിജോന് ഇഷ്ടമുള്ളവരുണ്ടാകും. അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസിന് ഇങ്ങനെ മാറും. ബിഗ് ബോസ് സീസൺ 1 ഇങ്ങനെ മാറാനായിട്ട് പേളിന് ഇഷ്ടമുള്ള ഒരുപാട് പേര് ബിഗ് ബോസ് സീസൺ 1 അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പിന്നീട് നമുക്കറിയാമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റാർ വാല്യൂ കൊടുക്കുന്നത് ഈ ഒരു 5 കണ്ടസ്റ്റൻസിനാണ്. അതുകൊണ്ടാണ് ഇവരെ ഉൾപ്പെടുത്തിയത്. ബിഗ് ബോസിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇന്നൊന്നും പൂർത്തിയാക്കാൻ പറ്റില്ല. നല്ല ലെങ്ത് വരും വീഡിയോക്ക്. പിന്നീട് പ്രാക്ടിക്കലും അല്ല ഇവരുടെയൊക്കെ ആ ഒരു സാലറി കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളത്. ഇവരുടെയൊക്കെ ഇപ്പോൾ പറഞ്ഞത് തന്നെ ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് അവരുടെ വീട്ടിൽ പോയി ചോദിക്കാനൊന്നും പറ്റില്ല എത്ര കിട്ടിയെന്നൊക്കെ. ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്ത കൃത്യമായ സാലറിയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഇവരുടെയൊക്കെ ആഴ്ചയിൽ കിട്ടുന്ന സാലറിയാണ് ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് എത്ര കിട്ടിയിട്ടുണ്ടാകുമെന്നുള്ള ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാൻ പോവുകയാണ്. എന്തൊക്കെയായാലും ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു 5 കണ്ടസ്റ്റൻസിൽ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇവർ 5 പേരിലും നിങ്ങളുടെ ഫേവറേറ്റ് ഇല്ല എങ്കിൽ അതാരാണെന്നുള്ളതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസും മോശമാണെന്നല്ല പറഞ്ഞത്, അവരൊന്നും ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടില്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ താരമൂല്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടത് ഈ ഒരു 5 കണ്ടസ്റ്റൻസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു.